ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം വ്യൂവേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകരും ഞാൻ ഈ ഒരു നമ്മളുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാൻ. ഇന്ന് നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലാണ്. അപ്പോൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൽ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ വ്യൂവേഴ്സിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹിതേഷാണ്. ഹിതേഷ് നിങ്ങളോട് പഞ്ച് ക്രാഫ്റ്റ്, അതുപോലെ തന്നെ പേപ്പർ ക്വില്ലിംഗ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് എങ്ങനെ ചെയ്യാമെന്നുള്ള, നമുക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാൻ വിളിക്കുന്ന നമ്പർ 0529611133. Welcome to our show, Hitesh. Thank you so much. Yes, before we start, I know you're into punch craft and paper quilling mainly. Yes, I would like to know where you're from. I'm basically from Rajasthan, India. And how long in UAE? For 4 years now. ഓക്കെ, അപ്പം നമ്മളോടൊപ്പം ഇന്നുള്ളത് രാജസ്ഥാനിൽ നിന്നൊരു വ്യക്തിയാണ്, ഹിതേഷ് എന്നാണ് പേര്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോളർ. വിളിക്കുന്ന നമ്പർ 0529611133. Alright, before we come into punch craft, I would like to know how did you start this punch craft, or how did you begin with this interest? I came to know about paper craft when I got married and moved to Mumbai. Okay. And my sister-in-law was into this. So she introduced me to paper quilling and punch craft. Okay. And I started with the basics. I learned basics from her, and then I moved over here. And I really, loved making the flowers and jewelry and everything. Okay. So I just started making things at home. And But how common is it now, like punch craft, something, I mean, do like people know about it, or it's still just coming up? It has become quite popular now. Okay. Punch craft is still little new. In Western countries, it's quite popular. Yes. But paper quilling has become very popular in UAE also. Yes, very true. Unlike, I think, India, punch craft is much more common in, as you said, I think it's in Western countries, right? Yes, they use it a lot for scrapbooking. Okay. And what are the items that you can create out of punch craft? We can decorate a number of things. We can just like this, you can see there's a candle holder which I have decorated with the paper flowers. This ഈ ഒരു ക്യാൻഡിൽ ഹോൾഡർ ആണ് ഇത്. പേപ്പർ ക്വില്ലിംഗ്, യു ഹാവ് ഡൺ ഇറ്റ് വിത്ത് പേപ്പർ ക്വില്ലിംഗ്. Yes, this is paper quilling. പേപ്പർ ക്വില്ലിംഗ് കൊണ്ട് വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്യാൻഡിൽ ഹോൾഡർ ആണ് ഇത്. ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഓക്കെ, വാട്ട് എൽസ് ക്യാൻ യു ഡു ലൈക്ക് ദിസ്? We can decorate lanterns, gift boxes like these. യെസ്, ഇത് വേറൊരു ഗിഫ്റ്റ് ബോക്സിന്റെ പോർഷൻ, പുറത്തെ ഒരു പോർഷൻ ചെയ്തിരിക്കുകയാണ്. കവറിന്റെ ഭാഗം വളരെ ഭംഗിയിൽ. ഐ തിങ്ക് ദിസ് ഇസ് പഞ്ച് ക്രാഫ്റ്റ്, റൈറ്റ്? This is punch craft. പഞ്ച് ക്രാഫ്റ്റും കൊണ്ട് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് കൂടുതൽ. ഐ തിങ്ക് വിത്ത് പഞ്ച് ക്രാഫ്റ്റ് ആൻഡ് പേപ്പർ ക്വില്ലിംഗ് ഇറ്റ്സ് മോർ ഡെക്കറേറ്റീവ് ഐറ്റംസ് ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ്. Yes. Are you into jewelry? Because even paper quilling jewelries are very in now. So do you make jewelries also? I teach at a basic level. I'm not too much into it, but yes, I do make jewelry. Jewelries, okay. അപ്പം ഇതാണ് കുറച്ച് കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഇത് കാണിച്ചു, ക്യാൻഡിൽ ഹോൾഡർ കാണിച്ചു. ഇതാ അപ്പം നിങ്ങൾക്ക് കാണാം, ഇതിൽ ചെറിയ ചെറിയ പൂക്കളുണ്ട്. ഡിഫറെൻറ്റ് സൈസസ് ഓഫ് ഫ്ലവേഴ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ഇടയ്ക്ക് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഈ നമ്മളുടെ ഒരു ബോക്സ്, ഗിഫ്റ്റ് ബോക്സ്. അതിൻ്റെ പുറം ഭാഗം നല്ല ഭംഗിയിൽ പഞ്ച് ക്രാഫ്റ്റും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, അതുപോലെ ഐ തിങ്ക് ദിസ് ഇസ് another Yes. decorative piece, right? With this is using punch craft. This is again using punch craft. I have used pollens. These come from Thailand. Okay. These are handmade, but we don't manufacture it over here. And these flowers are made using punches like these. So basically, you cut the paper, and then you give the shading with different inks, and embossing the flowers and giving a 3D shape to the flower. All right, okay. അപ്പോൾ ഇത് I think it requires a lot of time and effort. Yes, it does. This particular kind of punch craft, right? അപ്പം ഇത് നല്ല ഭംഗിയിൽ ഇതിന് എംബോസിങ്ങും അതുപോലെ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. വെറും പേപ്പർ മാത്രം, ഇറ്റ്സ് നോട്ട് ഓൺലി പേപ്പർ, you have to add color to it, right? Yes. Yes. അപ്പം അതുപോലെ തന്നെ ഈ പോളൻസ് ഒക്കെ, these are all ready made? Yeah, these are ready made. ഓക്കെ, പോളൻസ് ഒക്കെ റെഡിമെയ്ഡ് ഫിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷെ വളരെ ഭംഗി തന്നെ, ഇതിന് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ തരത്തിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ. ഐ തിങ്ക് ദീസ് ആർ മച്ച് മോർ ഈസിയർ. Yeah, these are like basic punch craft. Okay. So this has different levels, is it? Yes. One is this, one is basic, just the paper you cut and you join, I mean fix the papers together. And this is, as you said, embossing, and it needs color. It also needs embossing, but it also needs layering. So it's just the techniques which are different. All right, okay. അതുപോലെ തന്നെ വേറെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം ഇത് എനിക്ക് തോന്നിയതാണ്. ഒരു ക്ലോക്ക് ആണ്, അതിൻ്റെ ചുറ്റും വളരെ ഭംഗിയിൽ
ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് അതും പഞ്ച് ക്രാഫ്റ്റ്, ദീസ് ആർ ഓൾസോ ദ സെയിം കൈൻഡ് ഓഫ് ടെക്നിക് ദാറ്റ് യു യൂസ്ഡ് ഹിയർ. yes. സോ ഇതൊക്കെ വളരെ ഭംഗി തന്നെ ചെയ്തിട്ടുണ്ട്. ക്ലോക്കിന് ചുറ്റും ഈ പഞ്ച് ക്രാഫ്റ്റിംഗ് കൊണ്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് ഈ മുഴുവൻ തന്നെ ഇതിൽ ഫുൾ കാണുന്നത്. ഹാവ് യു യൂസ്ഡ് ക്വില്ലിംഗ് ഇൻ ദിസ്? നോ. Not in this piece, but you can make quilling clocks also, photo frames, wall pieces. Yes, and very nice writing is every moment in time is a blessing. Very true. Very cute. Yes, അപ്പം ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹിതേഷ്. Alright ഹിതേഷ്, so we'll come into the details of how you go about it. Sure. And where do you get these materials from? Normally you can find it in craft stores. I started when I came over here, I didn't find the material quite easily. Okay. So I started, I took a trading license for this company. I have a website where Okay. What's the name of your website? it's called papercurves.com. papercurves.com. Yeah. Okay. അപ്പം ഒരു വെബ്സൈറ്റ് ഉണ്ട്, www.papercurves.com എന്നാണ് വെബ്സൈറ്റ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയാൽ ഈ ഒരു കമ്പനിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഐ തിങ്ക് യു ഹാവ് എ ഫേസ്ബുക്ക് പേജ് ഓൾസോ, റൈറ്റ്? Yes. വാട്ട് ഇസ് ദ നെയിം ഓഫ് യുവർ പേജ്? It's again Paper Curves. Okay. അതുപോലെ ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ട്, പേപ്പർ കർവ്സ്. ഓൾ റൈറ്റ്. സോ യു ടേക്കൻ ദ ലൈസൻസ് ഫോർ ദിസ് പർട്ടിക്കുലർ Yes. തിങ്. Yeah. Okay. And then you do trading. Yeah, trading as in we supply paper craft material all Here. over Okay. UAE. Online. That is online. Yes, that's online. ഓക്കെ. അപ്പം ഇതിനെക്കുറിച്ച് ഇപ്പം ഇതിൻ്റെ മെറ്റീരിയൽസ് ഇപ്പോൾ ഇവിടെ വേറെ എവിടെയെങ്കിലും കടയിൽ ലഭ്യം അല്ലെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഹിതേഷിൻ്റെ അടുത്ത് അത് ഉണ്ടാവുന്നതാണ്. പേപ്പർ കർവ്സ്, www.papercurves.com ആണ് വെബ്സൈറ്റിൻ്റെ പേര്. അപ്പോൾ അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസ്, ഇതിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ ഇവരുടെ അടുത്തുണ്ട്. അപ്പോൾ വാട്ട് ആർ ദ മെറ്റീരിയൽസ് ബേസിക്കലി ദാറ്റ് യു നീഡ് ഫോർ making this for punch craft? For punch craft, we basically need punches. They come in different sizes. As you can see, this is a smaller size and this is little bigger. We need inks like these so that we can give shading. Okay. Then we need plain paper. Either we can go with a plain white paper or colored paper. Like this is lighter shade of purple, and we can distress or color it with a darker shade. So that we can so see the these effect. inks are available in how many colors? They are available in 48 colors now. ഓക്കെ. സോ ഇതുപോലത്തെ ഇങ്ക്സ് ഉണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ഒക്കെ കളർ ചെയ്യാം, ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി. Is it with this that you've done this? Yes. Okay. I've used like this is an advanced technique where I've merged two colors together. All right. Okay. It was a plain white color and then I've you merged 2-3 colors. അതെ. അപ്പോൾ ഇതുപോലത്തെ ഇങ്ക് വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പം പേപ്പറിന് നമുക്ക് ഷെയ്ഡ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് വേണമെങ്കിൽ ഇങ്ങനത്തെ ഇങ്ക്സ് അവൈലബിൾ ആണ്. അപ്പോൾ 48 ഷെയ്ഡ്സിലുണ്ട് അല്ലേ? ദിസ് അവൈലബിൾ ഇൻ 48 കളേഴ്സ്. Yes. യെസ്. അപ്പം അതുപോലെ തന്നെ ക്രാഫ്റ്റ് പേപ്പർ, അതുപോലെ ഇതുപോലെ പഞ്ചസ്. അപ്പം I just want to know, these punches are available in in our department stores or in stationery shops? Not normally because they are okay. specific for paper craft. So either in stationeries or paper craft stores. they are Okay, you have available. to go to that particular store to get this. Yes. Initially, where did you get your stuff from, materials from? India. India, yes. I got it from local craft stores, and now I'm getting them from the manufacturers in USA, China, Okay. India. Okay, so all the Thailand. materials for paper craft and paper quilling are available with you. Yes. ഓക്കെ. അപ്പം വേറെ എവിടെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹിതേഷിനെ കോൺടാക്ട് ചെയ്യാം. ആസ് ഐ സെഡ് ഏർലിയർ, www.papercurves.com ആണ് വെബ്സൈറ്റ്. അതുപോലെ തന്നെ പേപ്പർ കർവ്സ് ഫേസ്ബുക്കിൽ ഒരു പേജും ഉണ്ട്. ഓൾറൈറ്റ്. അപ്പം വിൽ ഗെറ്റ് ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ്. Sure. ഓക്കെ. സോ വാട്ട് ഡു യു ഡു? വാട്ട്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? I will show you. I'm using this punch. It's like a daisy punch. Okay. And I will show you 2-3 techniques. What is the daisy? It's a name? Or? Yeah, this shape is like of the daisy flower. Okay, all right. So I will show you different ways of using the same punch. Okay. ഒരു പഞ്ചും കൊണ്ട് നമുക്ക് എങ്ങനെ അത് ഡിഫറെന്റ് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പം പറഞ്ഞുതരാൻ പോകുന്നത്. ഓൾറൈറ്റ്. Yeah. Okay. So similarly you have for leaves, is it? Yes, leaves, butterflies. You can see over here. There's a small butterfly over here. Okay. അപ്പോൾ ഓരോ There's leaf over there. അപ്പം ഓരോ ഷേപ്പിനും ഈ ഓരോ ഷേപ്പിനും പഞ്ചസ് അവൈലബിൾ ആണ്. ഇപ്പം ഇവിടെ ഇലയുടെ രൂപത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇല, അപ്പം ഇതിന്റെ പഞ്ച് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ചെറിയ ബട്ടർഫ്ലൈ ഇവിടെ കാണുന്ന ഇതിന്റെ പഞ്ച് അവൈലബിൾ. അങ്ങനെ വിവിധ പഞ്ചസ് അവൈലബിൾ ആണ്. ഈ ഫ്ലവേഴ്സ് പെറ്റൽസിന്റെ പഞ്ച്. There are many designs that come. As you can see in this clock, this border punch which I've used over here. Okay. This is also cut That's with a the All punch here. right. Okay. ഇതിൽ ബോർഡേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്ന പഞ്ച് കൊണ്ട് തന്നെയാണ്. അപ്പം വിവിധ തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പഞ്ചസ് അവൈലബിൾ ആണ്. അപ്പം ഈവൻ ദ ബട്ടർഫ്ലൈ ഹിയർ.
Yes. Okay. And you can see the border and everything. It's still it is also done with the inks. The shading is done with the inks. ഓക്കെ ഇത് പഞ്ച് ചെയ്തിട്ട് ഷെയ്ഡും ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയിൽ നമുക്ക് ഇതിവിടെ കാണാൻ സാധിക്കുന്നത്. ഓരോന്നും പഞ്ച് ക്രാഫ്റ്റ് ആണ് ഇതിലല്ലേ? ഇത് കംപ്ലീറ്റ് തിങ് ഇസ് പഞ്ച് ക്രാഫ്റ്റ് യൂസിങ് പഞ്ചസ്. ഓക്കെ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, ഐ മസ്റ്റ് സേ. ഹൗ മച്ച് ടൈം ഡു യു ടേക്ക് ലൈക്ക് ടു മേക്ക് സംതിങ് ലൈക്ക് ദിസ്? Normally what happens is like when you are making for yourself, you make the flowers and they keep lying and then again. But normally if you just make in one go, depending on the project, it takes 4 to 5 hours. Okay, all right. Okay, so you get where your clientele from, basically UAE? Yes, mostly from UAE. And how, I mean, does it vary, like, you know, is there a particular season that you have more clients, or how is it, like a particular time of the year when you have more clients, maybe during some festivals, or how is it? Yes, during Ramadan there's a lot of inquiries. Okay. Because people want to make handmade cards and they want to make gift boxes and put Yes, chocolates yes. in it. And gift it, Yes, and during wedding seasons, because they want to give again small tokens. Yes. And for Christmas time, there's a lot of inquiry for Very true, yes. and normally summertime also, because the kids are free, the mothers are free, so they want the to child utilize. engage in some kind of art and craft, or some activity. Yeah. Yes, I think, I'm sure kids can also learn something like this. Yes, paper quilling is quite popular in schools also. Okay. So they have included it in curriculum, and they are Is teaching it? the basics to kids Okay, also. all right. So you are taking classes for adults, kids, or both? How is it? Yes, I do take classes for punch craft, paper quilling, other paper crafts. I have conducted workshops for Maraya Art Center, Okay. Sharjah Ladies Club, and at different places and studios in Dubai and Sharjah Okay, and Abu okay. Dhabi also. All right. So Yeah. you're completely into this, huh? Yeah, this is a full-time It's work like for me. work. Yes. Okay. Fine. Okay. Let's start. Okay, sure. So as I told you, this is the daisy punch. I'm using 2 sizes. So simple way to do is you put the paper through this gap, Yes. and you have to apply pressure. So And- that you get it. Yes. Yeah, you have to cut it completely, Yes. ഇതുപോലെ കുറച്ച് and you get the cutout. കട്ടൗട്ട്സ്. യെസ്, Yeah. ഇതുപോലെ കട്ടൗട്ട്സ് കിട്ടും. ഇതൊക്കെ വളരെ ബേസിക് സിമ്പിൾ സ്റ്റെപ്സ് ആണ്. ആദ്യത്തെ സ്റ്റെപ്പാണ് ജസ്റ്റ് പഞ്ച് വെച്ചിട്ട് ഇതുപോലത്തെ കട്ടൗട്ട്സ് എടുക്കുക. ഒരു പൂ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ആദ്യത്തെ ബേസിക് സ്റ്റെപ്പാണിത്. ഓക്കെ. Now I'm taking a pink, bright pink Okay. color Okay. of ink, and this is the tool ink applicator. Okay. And there's a removable sponge. So for each ink you have a different sponge. ഓക്കെ ഓക്കെ, ഐ ജസ്റ്റ് ഷോ ഇറ്റ് വൺസ്. Yeah. ഇതുപോലത്തെ ഒരു ഇതുണ്ട് നമുക്ക്, ഈ ഒരു സ്റ്റാമ്പ് പോലത്തെ ഒരു സംഭവം. പക്ഷേ ഇതിന്റെ ബേസിക് അടിയിലത്തെ നമുക്ക് മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ്. അപ്പം യു ക്യാൻ യൂസ് ഡിഫറെന്റ് കളേഴ്സ് ഫോർ, ബട്ട് ദിസ് ഇസ് വൺ തിങ്, ബട്ട് യു ക്യാൻ യൂസ് ഡിഫറെന്റ് കളേഴ്സ്, റൈറ്റ്? Yes. ഇത് നമുക്ക് മാറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഡിറ്റാച്ചബിൾ ആണ് ഈ ഒരു പാഡ് എന്ന് പറയുന്നത്, സ്പോഞ്ചിന്റെ. ഇത് ഓരോ ഇങ്കിനും ഓരോ അതിന്റെ കളറിൽ വരും. അപ്പം നമ്മൾ ഇത് ജസ്റ്റ് മാറ്റി ഇത് ഒരെണ്ണമായിരിക്കും, അപ്പം മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണിത്. ഓക്കെ. Yes. So I'm going to shade these flowers on the edges. ഓക്കെ, അതിന്റെ എഡ്ജിൽ ചെറുതായിട്ട് ഒന്ന് തട്ടി കൊടുക്കുക കളേഴ്സ്. Just have to pat it, like nothing more. You don't have to, actually color it. Yes. This ink is very intense, so you don't need a lot of it. So you just dab it, and there's enough yes. ink on the sponge. Yes. So you just ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളത് പ്രസ് ചെയ്ത് നല്ല കളറിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ എഡ്ജസിൽ മാത്രമല്ല, only at the edges you need to color it. Yeah, depending on if How you want it. yes. Okay. If you want to color the entire thing, how do you go about it? Like, Sure, I'll show Yeah, you. yeah. What I'll do, I'll make the smaller flowers Okay. little light, Yeah. and the big ones little Dark, darker. okay. So you can keep it on a surface and okay, rotate good. it like Okay, this. fine. So you can go a little deeper in the petals. അതെ, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളുടെ എന്താ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഫുൾ ഫ്ലവേഴ്സ് കൊടുക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അത് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ ഫുൾ സർഫസ് അല്ലെങ്കിൽ പെറ്റൽസ് മുഴുവൻ തന്നെ നമുക്ക് കളർ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ സൈഡ്സ് എഡ്ജസ് മാത്രമാണെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. Okay, you can see. So I think this is the basic step, no? This is the first step First which step, we that's have what, to do. yeah. Yeah.
Okay. If you want to mix colors, how do you do that? So that can you mix another color in this, or how is it? I'll show it to you in the next flower. Okay, fine. So that Yeah, so that we don't spoil the pink color, right? Yes. Okay. And it Okay, will I'll just show our viewers this. Okay, ഈ ഒരു രീതിയിൽ ഇതിപ്പം ആ ഫുൾ ഫ്ലവറിന് ഒരു കളർ കിട്ടിയിട്ടുണ്ട്, ഇങ്കിന്റെ കളർ ഇതിൽ വന്നിട്ടുണ്ട്. പിങ്ക് പേപ്പർ ആയിരുന്നു, പക്ഷേ മുഴുവൻ പെറ്റലിൽ കളർ ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇതാ ഈ ഒരു ചെറിയ പെറ്റൽ എന്ന് പറയുമ്പോൾ ഇതിൽ സൈഡിൽ എഡ്ജസിൽ മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ പിങ്ക് കളർ. യെസ്. ഓക്കെ. Now the next step is we start pinching these petals with our fingers, so that it looks real. Yeah. Would you like to try? Yes. Okay. നമ്മൾ അറ്റത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അകത്തോട്ട്. അപ്പോൾ അതൊരു റിയൽ ആയിട്ട് ഒരു പൂവിന്റെ ഒരു പെറ്റലിന്റെ റിയൽ ആയിട്ട് തോന്നും നമുക്ക്. From the center, a line will come. Okay. It's not easy. അത് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു I thought it was very easy, but it's not coming. It just needs little practice. Practice, yes. ഞാൻ ഇവിടെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞെടുത്തു, പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ചൊരു പ്രാക്ടീസ് ആണ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് സെൻറ്ററിലൊരു ലൈൻ വരുന്ന രീതിയിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക, അപ്പോൾ അത് അകത്തോട്ടൊന്ന് കേർവ് ആയിക്കോളും. ദിസ് ഇസ് ഫോർ ഇറ്റ് ടു കേർവ് ഇൻസൈഡ്, റൈറ്റ്? Yes. So that it looks more real. Yes. What we are going to do is we have to give a 3D effect, because right now they are flat. It's all in just like Yes. a painting or a 2D effect it is. Okay, അപ്പോൾ 3D effect കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. All right. Yes. Okay, I'll just show this, that what you have done. Yes, ദാ നല്ല ഭംഗിയിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് പ്രാക്ടീസ് ആണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായതാ ഇപ്പോൾ കുറച്ചുകൂടെ റിയൽ ആയിട്ട് തോന്നുന്നില്ല. ഇതിനൊരു 3D എഫക്റ്റ് ഒക്കെ വരും. ഇപ്പോൾ 2-3 ലേയേഴ്സ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ ഇതിന് 3D എഫക്റ്റ് വരും. What I was telling is, I thought it was very simple. I started doing it, but then I understood you need practice for it. Yeah, little bit practice. Like in a few minutes, you can do it. I have a 5-year student who was able to make this flower. Oh, is it? Okay, so nice. I am sure then I should also be able to do it. Sure. 5 വയസ്സുള്ള കുട്ടിക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ഇത് 1-2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇത് കിട്ടും. Do you have more of students as kids or adults? How is it? More of adults. Okay. And less of kids. And nationality? Mostly Indians. Is it? Okay, Yes. nice. Okay, അപ്പം ദാ ഈ ഒരു രീതിയിൽ ഈ ഒരു പൂ ഏകദേശം ഞാൻ I managed to do, This is also quite popular in Arabic people and Arabs. Filipino people. It's Okay. becoming popular over here. Okay, da. So we have taken 6 cutouts total. അതെ, 6. 3 yeah, of we have the 6 bigger ones and and 3 of the small. smaller Yes. ones. So we'll go to the next step, and this is the tool which we need. This is a ball tool. It's called embossing tool. This Okay, is ഇതാണ് embossing tool. This also you need to buy, right, separately. You cannot use what you find it or something like this similar to this. Can you use whatever is at home or something? if you have something similar, you can use. അതെ, അല്ലെങ്കിൽ ഇത് embossing tool ആണ് ഇത്. Okay. These kind of tools are also used for cake flowers which you make on cake and everything. You mean with fondants or how is it? Or I have heard, I haven't Oh, tried, okay, but fine. they use similar tools Tools. for flower making. Okay. And this is normal foam, because we normal need little sponge, spongy yes, surface, material we yes. need, so that we can emboss. And we are going to emboss them from the center. Yes. Like ആ ഒരു this. രീതിയിൽ അത് വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം. അതെ, അപ്പോൾ അത് കുറച്ചുകൂടെ വിടർന്നിരിക്കും. Yes, it will bloom, right? Yes, it will come up and yes. look like a 3D flower. Flower. Oh, okay. So with simple steps, we have converted a flat cutout paper, a into simple paper into into a flower. 3D എഫക്റ്റ് കൊടുത്തൊരു ഫ്ലവർ ഇതാ ഇപ്പം വന്നിരിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഇതുപോലെ. ഓക്കെ. Okay. Yes. So I'm sure this is very simple. Initially it is, I think the basics are all very simple. Once you get into it, so it might once be, you have the 3D effect with you, എല്ലാം 3D എഫക്റ്റ് കൊടുത്തതാ. 3D എഫക്റ്റ് കൊടുത്തതാ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ. Yes. After that we apply glue. yes, we have to apply glue in the center of the flower and start layering them. And we have to make sure that we offset it. It means between 2 petals, One petal should come. One petal Yes. should, the next layer should come. Okay. There should be no overlapping as such, because we want the entire area to be covered. Okay. I'll just yes. ഇത് നമ്മൾ സെന്ററിൽ ഒരു പെറ്റൽ എടുത്തു, അതിന്റെ സെന്ററിൽ ഗ്ലൂ ഇട്ടിട്ട് അത്
ഒന്നിൻ്റെ മേൽ ഒന്നായിട്ടല്ല വരേണ്ടത്. ഇപ്പോൾ 2 പെറ്റലിൻ്റെ ഇടയ്ക്ക് മേളിൽ വെച്ചതിൻ്റെ ഒരു പെറ്റൽ വരണം, ഒരു ഇതള് അതിൻ്റെ നടുക്ക് വരണം. ആ ഒരു രീതിയിൽ വേണം ഇത് ഫിക്സ് ചെയ്യാനായിട്ട്. കാരണം അപ്പം ഫുള്ള് കവറാവും, ഗ്യാപ്പ് ഒന്നും വരാതെ ഫുള്ള് കവറാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി ചെയ്യുന്നത്. അപ്പോൾ കുറേ കൂടെ ഭംഗിയിലായിരിക്കും അത് കാണുന്നത്. നമ്മൾ ഓലാപ്പ് ചെയ്ത് പോയാൽ പിന്നെ അതിനൊരു എഫക്റ്റ് കിട്ടില്ല. Yes. And then This also you need to overlap. So we have put 3 layers together. Okay, ഇപ്പോൾ 3 പേപ്പർ കട്ടിങ്സ് വെച്ചിട്ട് ചെയ്തൊരു പൂവാണ്. You can add more layers, right? Yes, it depends on how dense you want the flower to be. Yes. Normally 3 layers is enough. Minimum 3. Yeah, minimum 3. Okay. And then I will start putting the smaller one. Okay. അതിൻ്റെ ഉള്ളിലാണ് ചെറിയ പേപ്പർ കൊണ്ട് ചെയ്ത പെറ്റൽസ് ഫിക്സ് ചെയ്യുന്നത്. ഗ്ലൂ ഒട്ടിച്ചിട്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ ചെറുത് ആദ്യം പുറത്ത് 3 പെറ്റൽസ് ഫ്ലവേഴ്സ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ചെറുത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. Okay. So wow, this that's really pretty. The flower is ready. Yes. And what we are going to do, we are going to put a small pearl in the center so that it will complete. It will be a complete flower. Yeah. Yes. അപ്പം ഒരു പൂത കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു പേൾ നടുക്ക് ഫിക്സ് ചെയ്താൽ അത് കംപ്ലീറ്റ് ആവും. So we are going to use a flat pearl. Okay. We can use a normal white glue. Fevicol MR is what we use. This is which one? This is Fevicol MR glue. Okay. And again, this is a very fine tip glue applicator because we need very little glue. Glue, okay, yes, so that you don't use excess of glue. And it dries up clear. So even if little glue is coming out, it will not show once it's dried up. Okay. അപ്പം ഈ ഒരു രീതിയിൽ ഈ ഒരു പെറ്റൽ ഇതുപോലാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ വിൽ ടേക്ക് എ ബ്രേക്ക് ആൻഡ് ദെൻ കം ബാക്ക്. Sure. ഓൾ റൈറ്റ്, മെഴുകുതിരിയിലൊരു ബ്രേക്കാണ്. ബ്രേക്ക് കഴിഞ്ഞ് പേപ്പർ ക്വില്ലിംഗ് അതുപോലെ ഇതിൻ്റെ കുറച്ച് അഡ്വാൻസ് ടെക്നിക്സ് ഒക്കെ പേപ്പർ പഞ്ച് ക്രാഫ്റ്റിൻ്റെ അഡ്വാൻസ് ടെക്നിക്സ് ഒക്കെ ഹിതേഷ് പറയുന്നതായിരിക്കും. അപ്പോൾ സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.